മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പൊട്ടറ്റോ മസാലയാണ്. പൊട്ടറ്റോ മസാല എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി അല്ലേ, എന്താണ് ഇതിൽ പ്രത്യേകത എന്നുള്ളത്. പക്ഷേ ഇത് നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ കഴിക്കാവുന്ന ഒരു പൊട്ടറ്റോ മസാലയാണ്. നിങ്ങൾ ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. ഞാനിപ്പോൾ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാല ചേർക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഗരം മസാല ചേർത്തത്. ചിക്കൻ മസാല ചേർത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ എന്ന് എടുത്തു പറഞ്ഞത്. പിന്നെ വെജിറ്റേറിയൻസിന് ഗരം മസാല തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് വലിയ സവോളയാണെങ്കിൽ 2 സവോള എടുക്കുക. ഇതിപ്പോൾ ചെറിയ സവോള ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം, കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട്. അതിനുശേഷമാണ് നമ്മൾ ഗ്രേവി റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഉരുളക്കിഴങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് ഈ മസാലകളൊന്ന് പിടിക്കാൻ ഒരു 10 മിനിറ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ പെരിഞ്ജീരകവും ചേർത്ത് ചതച്ചെടുക്കണം. നമ്മൾ പച്ചമുളക് ഇഞ്ചിയൊന്നും മുറിച്ചല്ല ചേർക്കുന്നത്, ചതച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. സവോള ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്, വളരെ ചെറിയ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട്. അതുപോലെ തന്നെ തക്കാളി നമ്മൾ ഗ്രീൻ പീസ് കറിയിലൊക്കെ ചേർക്കുന്ന പോലെ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായി വരും. ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേവിയിൽ ഇട്ടിട്ട് അധികം സമയം കുക്ക് ചെയ്യില്ല, കുറച്ചേ കുക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാക്സിമം കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഉരുളക്കിഴങ്ങ് വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കാവാൻ സമയം എടുക്കുക. അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇതൊന്ന് കുക്കായി വരും. ഇനി നമുക്ക് അടുത്ത ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനിടാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ പീസും തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ഫ്രൈ ചെയ്യുന്നത് മാത്രമേ ഈ ഒരു കറിയിൽ കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സ് ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം ഇത്രയും ചേർക്കാം. ഇതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, സവോള ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി.
നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. ഇനി സവോള ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ചെറുതായി മുറിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഗ്രേവി ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 പൊട്ടറ്റോയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ എരിവ് കൂടി പോകാതിരിക്കാനാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ നന്നായിട്ട് കുക്കായി വന്നോളും. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇനി തക്കാളിയും കൂടി ചേർന്നൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം, അതിന് ശേഷം വേണം നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യാനായിട്ട്. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുക, ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക് തക്കാളി കുക്കായി വരാനായിട്ട്. ഈ സമയം എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല, എല്ലാം ചേർത്ത് അടച്ചു വയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്യാം. ഇനി പൊട്ടറ്റോയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് പൊട്ടറ്റോയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനിട്ടിട്ട് അപ്പുറത്തേക്ക് പോയി വന്നപ്പോൾ പകുതി കരിഞ്ഞു പോയി. അതുകൊണ്ട് ആദ്യത്തെ ബാച്ചിലുള്ളത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് 1 തക്കാളിയെ ചേർത്തിട്ടുള്ളൂ. 2 തക്കാളി എടുത്തിട്ട് സവോള മുഴുവനും ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി വേണ്ടതുകൊണ്ട് സവോള കൂടുതലായിട്ട് ചേർക്കാം, തക്കാളി കുറച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് തിളച്ച വെള്ളത്തിലൊന്ന് പൊട്ടറ്റോ കുക്കായി വരുമ്പോഴാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. ഉപ്പ് കറക്റ്റ് ആയില്ലെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇത്രയും ഗ്രേവിയോടുകൂടിയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പൊട്ടറ്റോ മസാല ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സവോള കുറച്ച് കൂടുതൽ എപ്പോഴും ചേർക്കണം എന്ന് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഏതിൻ്റെ കൂടെ കഴിച്ചിട്ടാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.